ഹലോ, ലൈഫ് കോച്ച് തന്നെയാണ് നിങ്ങളുടെ കൂടെ. ഈ ലൈഫ് കോച്ചിങ് പഠിക്കാൻ തുടങ്ങിയപ്പോഴും പഠിച്ചപ്പോഴും എന്റെ ഉള്ളിൽ തോന്നിയതും പലരും ചോദിച്ചതുമായിട്ടുള്ള ചോദ്യമാണ്, മാനിഫെസ്റ്റേഷൻ ഇസ്ലാമികം ആണോ എന്നത്. എന്താണ് മാനിഫെസ്റ്റേഷൻ? നമ്മൾ എന്തെങ്കിലും കഠിനമായി ആഗ്രഹിച്ച് അത് നമ്മുടേതാണ് എന്ന് വിശ്വസിച്ചുറപ്പിച്ച് അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വശീകരിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് മാനിഫെസ്റ്റേഷൻ. സപ്പോസ് ഞാനൊരു മില്യണയർ ആവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ ആണ് എന്ന് തന്നെ വിശ്വസിച്ച് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെ അട്രാക്ട് ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ബേസിക്കലി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിലാണ് നമ്മൾ ഭാരമേൽപ്പിക്കുന്നത്. യൂണിവേഴ്സ് കൊണ്ടുതരും എന്നാണ് ജനറലി ഉള്ള വിശ്വാസം. എന്നാൽ കമ്മിങ് ടു അവർ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ഓക്കെ ഇൻ ഇസ്ലാം? ഓഫ് കോഴ്സ്, ഇൻ ഇസ്ലാം നമ്മൾ അള്ളാഹുവിലേക്കാണ് എല്ലാ ഭാരങ്ങളും ഏൽപ്പിക്കുന്നത്. നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും അള്ളാഹ് പറഞ്ഞ രീതിയിലാണ് നമ്മൾ ആക്കേണ്ടത്. പ്യുവർലി നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്, നമ്മൾ തന്നെയാണ് അവസാന വാക്ക് എന്ന വിശ്വാസം ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക പക്ഷം. നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം, അത് നമ്മളിലേക്ക് എത്താനുള്ള പ്രാർത്ഥനകളും ചെയ്യാം. അൾട്ടിമേറ്റ്ലി അള്ളാഹ് ഈസ് ദ ബെസ്റ്റ് പ്ലാനർ എന്നുള്ളതാണ് വിശ്വാസം. ഇസ്ലാമിക വീക്ഷണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായിട്ടുള്ള കാര്യം ദുആ ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എൻ്റെ ആഗ്രഹം ശരിയാണ് എന്ന് ഉണ്ടെങ്കിൽ അള്ളാഹു അത് സാധിപ്പിച്ചു തരും എന്ന് ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. രണ്ടാമത്തത് നീയത്ത് അഥവാ ഇന്റൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനെ കറക്റ്റായിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടാവണം. ഉദാഹരണത്തിന്, ഈ മാർച്ചിൽ ഞാനൊരു ഐഫോൺ വാങ്ങും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഫോൺ കിട്ടുന്ന പോലെ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു. എന്തിന്? എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഐഫോൺ വാങ്ങിയിട്ട് വേണം അതിൻ്റെ മഹിമ കാണിക്കാൻ. അത് 4 ആൾ കാണുമ്പോൾ അവർ പറയണം ഞാൻ പൈസക്കാരിയാണെന്ന്. പിന്നെ അത് നടക്കാത്തത് ആലോചിച്ച് ഖേദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളുടെ ഉള്ളിൽ അത് അറിയുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടാവിന് അത് അറിയുന്നുണ്ടാവും. എന്നാൽ നമ്മുടെ ഇന്റൻഷൻ അത് കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും പഠിക്കാൻ, ചെയ്യാൻ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ എന്നാണ് എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഓക്കെ, നമ്മുടെ ഇന്റൻഷൻ അറ്റ്ലീസ്റ്റ് ശരിയാണ്. യു വിൽ ഗെറ്റ് വാട്ട് യു ഡിസേർവ്, നോട്ട് വാട്ട് യു ഡിസയർ എന്നുകൂടി ഉണ്ട് മാനിഫെസ്റ്റേഷനിൽ. അടുത്തത് തവക്കുൽ ചെയ്യുക അഥവാ അള്ളാഹുവിൽ പൂർണ്ണമായും ട്രസ്റ്റ് ഏൽപ്പിക്കുക. അള്ളാന്റെ പ്ലാനുകളെ പൂർണ്ണമായും വിശ്വസിക്കുക. നീയത്ത് ശരിയായിട്ടും നമ്മൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഉദ്ദേശിച്ച ഗോളിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സങ്കടപ്പെടാതിരിക്കുക. ഇൻഡീഡ് ഹീസ് ദ ബെസ്റ്റ് പ്ലാനർ എന്നുള്ളത് മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം വിഷ്വലൈസേഷൻ ആൻഡ് അഫർമേഷൻ. മെന്റലി നമ്മൾ ആ സക്സസിനെ വരവേൽക്കാൻ പ്രിപ്പയർ ചെയ്യുക. അള്ളാഹ് തരാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണെങ്കിൽ ഹൗ കാൻ യു ടോക്ക് ലൈക്ക് ഇതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. നെവർ എവർ ടോക്ക് ലൈക്ക് ദാറ്റ്. വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. എനിക്ക് അള്ളാഹ് തരാൻ ഉദ്ദേശിച്ചത് ഒരു തടസ്സമോ ഇല്ലാതെ എന്നിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ട് സ്വപ്നം കാണുക, തഫക്കുർ ചെയ്യുക. ഇത്രയും വലിയ ലോകം സൃഷ്ടിച്ച പരിപാലിക്കുന്ന ദൈവത്തിന് നമ്മുടെ ഒരു ചെറിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമൊന്നും ഒരിക്കലും ആവില്ല. അടുത്ത സ്റ്റെപ്പ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇടക്കിടക്ക് കിട്ടിയ സന്തോഷങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടിയ സന്തോഷങ്ങളെ ഓർത്ത് ഞാൻ ഇടക്ക് ഭയപ്പെടാറുണ്ട്. എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയത്? ഇത്ര സമാധാനമുള്ളൊരു ജീവിതം, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, നമ്മൾ ജീവിക്കുന്നു, കൈയുണ്ട്, കാലുണ്ട്, ഭക്ഷണമുണ്ട്, വീടുണ്ട്. ഇതൊന്നും ഇല്ലാത്തവർ എത്ര പേര്? കിട്ടിയത് ഓർത്ത് കഴിഞ്ഞാൽ ഇരുന്ന് കരഞ്ഞു എന്ന് പറയാൻ മാത്രമുള്ളതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. ഒരാൾ വന്ന് നിങ്ങളോട് പറയാണ്, നീ എനിക്ക് ഈ പേന തന്നത് വലിയ സഹായമായിട്ടോ, അതുകൊണ്ട് എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി. ഹൗ വിൽ യു ഫീൽ? നിങ്ങൾക്ക് സന്തോഷം തോന്നില്ലേ? നെക്സ്റ്റ് ഡേ വന്ന് അയാൾ നിങ്ങളോട് ചോദിക്കാണ്, ഒരു പേന ഉണ്ടാവോ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു പേപ്പർ ഉണ്ടാവോ എടുക്കാൻ? ഒരു മടിയും കൂടാതെ നിങ്ങൾ കൊടുക്കും. കാരണം അയാൾ നന്ദിയുള്ളവനാണ്. അത് തന്നെയാണ് ദൈവത്തിന്റെ കാര്യത്തിലും. നന്ദി കാണിക്കുക, പിന്നെയും തരും, ചോദിച്ചത് തരും. അടുത്തത് ആക്ഷൻ ആൻഡ് പ്ലാനിങ്. ഹാഫ് മാൻ ഹാഫ് ഗോഡ് എന്നല്ലേ? ബുദ്ധിയും ശക്തിയും തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താൽ മതി. ബാക്കി കാര്യം നേരത്തെ പറഞ്ഞ പോലെ തവക്കുൽ ചെയ്താൽ മതി. അല്ലാതെ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ലോട്ടറി അടിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്നല്ല നിങ്ങൾക്ക് പ്രധാനപ്പെട്ടുള്ള അന്തരങ്ങൾ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മൾ മാത്രമല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതിൽ ദൈവത്തിന്റെ ഹിതവും അനുസരിച്ചിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ ദൈവത്തിനോട് അടുത്ത് ചോദിക്കുക. നമ്മുടെ ഭാഗം നന്നായിട്ട് ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഞാനിവിടെ പറഞ്ഞതെല്ലാം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും. എന്തായാലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കണം. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞാൻ കാത്തിരിക്കുകയാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.